എന്താ വ്യൂ, ഏതാ വ്യൂ. സത്യം പറയാലോ, നമ്മൾ ഇത്ര അടിപൊളി ഒരു പ്രോപ്പർട്ടിയിൽ ഇതിനു മുമ്പ് താമസിച്ചിട്ടില്ല. നമ്മളിത് എക്സ്പെക്ട് ചെയ്തതിലും വലുതായിരുന്നില്ലേ? നമ്മള് ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ വന്നതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടിയല്ലേ. സത്യം. നമ്മളിപ്പോ നിൽക്കുന്നത് മാൻകുട്ടി മല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതിനപ്പുറം, ഈ മലയ്ക്കപ്പുറം കമ്പം തേനി ആണ്. നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ ട്രക്കിംഗ് ഉണ്ട്, നമുക്ക് പോവാന്ന് ട്രക്കിംഗ് ഉണ്ട്, പോവാം. നമുക്ക് നടന്നും പോവാം. അതെ, നമ്മള് താമസിച്ച സ്ഥലം കാണണ്ടേ? അടിപൊളി ഒരു, ഇതിന് ടെൻഡ നല്ലല്ലോ പറയുന്നേ, ഡോം എന്നാട്ടോ പറയുന്നേ. അടിപൊളി സ്ഥലമാണ്. അതുപോലെ ഇവിടുത്തെ ആ ഒരു ലാൻഡ്സ്കേപ്പ് അടിപൊളിയാണേ. കുറച്ച് നല്ല നടക്കാനുണ്ട്. അങ്ങ് മേളിലാണ് നമ്മൾ വണ്ടി ഇട്ടിരിക്കുന്നത്. ഒരു ബസ് ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. അവിടെ റെസ്റ്റോറന്റ്, നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കിളികളുടെ ശബ്ദവും കേൾക്കുന്നില്ലേ? എന്താ അടിപൊളിയില്ലേ? അമ്പു ഉണരട്ടെ, ഉണർന്നിട്ട് റൂം കൊടുക്കില്ലെങ്കിൽ പുറത്തുനിന്ന് കാണിച്ചു തരാം. അതെ, എല്ലാത്തിനും പേരുണ്ടില്ലേ? ഇതുപോലത്തെ ഡോം, നമ്മൾ താമസിക്കുന്ന ഡോം 3 എണ്ണം ഉണ്ട്. 1, 2, 3 ഓരോന്നിനും പേരുണ്ട്. ഇത് അറ്റ്ലസ്, അപ്പുറത്തത് സിർട്ടസ്. ഇതിന്റെ പേര് താഴെ ഇറങ്ങിയിട്ട് നോക്കണം. ആൻഡ് ഇതാണ് നമ്മള് താമസിച്ച സ്ഥലം. ലുക്ക് അറ്റ് ദാറ്റ്, അടിപൊളിയാണ്. ഇത് സൂപ്പർ ആട്ടോ കാണാനായിട്ട്. അതിന്റെ ചുറ്റും മറ്റേ ചെറിയ കല്ല് ഇട്ടിട്ടുണ്ട്. അമ്പൂട്ടനെ കാണാൻ, അതിനകത്ത് കാണാൻ കേട്ടോ. ഇത് ഗ്ലാസ് അല്ല, ഇതൊരു ടൈപ്പ് ഫ്രെയിമില് നമ്മളെ ഈ ഒരു വേറൊരു മെറ്റീരിയലാ, കുറച്ച് ഹാർഡ് പ്ലാസ്റ്റിക് മെറ്റീരിയലാ. നമ്മൾ ടെന്റ് എന്നാ പറയാനും പറ്റത്തില്ല. ഇത് ടെന്റ് അല്ല, ടെന്റ് വേറെ അല്ലേ, ഷേപ്പിലല്ലേ വരുന്നത്. ഇത് ഒരു ടൈപ്പ് ഓഫ് ടെന്റ് ആണ്. ഇവിടെ നമ്മളെ വെന്റിലേഷൻ ഒക്കെ, എയർ പാസിങ്ങിനുള്ള ഫാനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതാണെങ്കിലും അകത്ത് വലിയ ചൂടൊന്നുമില്ല ഇല്ലേ? നമുക്ക് നോർമൽ റൂമിൽ കിടക്കുന്ന തന്നെ ഫീൽ ചെയ്യുന്ന, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ വരുന്ന വഴിക്ക് തന്നെ പാമ്പിനെ ഒക്കെ കണ്ടായിരുന്നു കേട്ടോ റോഡില്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടെ പാമ്പൊക്കെ ഉണ്ടോ? അത്യാവശ്യം നോക്കി നല്ല കാട് ഏരിയയാണ്. അപ്പൊ ഇല്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അവരെല്ലാം പ്രോപ്പറായിട്ട് ക്ലീൻ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നൈസ്. പൂള് നോക്കുക ഗൈസ്. ഹലോ, അപ്പൊ ഓണം ഷൂട്ടും തിരക്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസോർട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെയൊക്കെ ഒരു ഹെക്ടിക് ലൈഫ് സ്റ്റൈലല്ലേ, കറക്റ്റ് സമയത്തിന് ഉറങ്ങാറില്ല, കറക്റ്റ് എമൗണ്ട് വെള്ളം കുടിക്കാറില്ല, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കുള്ള സൺ എക്സ്പോഷർ, ഇതെല്ലാം നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ടയേർഡ് ആക്കുകയും ഡള്ളാക്കുകയും ചെയ്യും അല്ലേ. അപ്പൊ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് പ്രോഡക്റ്റ് ഉപയോഗിച്ച് നമ്മുടെ ഈ പ്രോബ്ലംസ് ഒക്കെ ട്രീറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ. എന്നാലേ നമുക്ക് വിസിബിളി ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു സ്കിൻ കിട്ടുള്ളൂ. അപ്പൊ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ഹിമാലയ വൈറ്റമിൻ സി ഫേസ് സെറം. ദ ബ്രാൻഡ് ട്രസ്റ്റ് ആൻഡ് ഹാവ് ബീൻ യൂസ്ഡ് ഫോർ ഇയേഴ്സ്. ഈ ഒരു സെറം മെയ്ഡ് ചെയ്തിരിക്കുന്നത് വൈറ്റമിൻ സിയും നിയാസിനാമിഡും നാച്ചുറലി ഡിറൈവ്ഡ് ഹൈലറോണിക് ആസിഡും ഉപയോഗിച്ചാണ്. ഇത് നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറൽ ബ്രൈറ്റ്നെസിനെ വെറും ഡേ 3 കൊണ്ട് തന്നെ അൺലോക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഒരു സെറത്തിന്റെ ഫോർമുല ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഈ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർബ് ആവുകയും നമുക്ക് നാച്ചുറലി വിസിബിൾ ആയിട്ടുള്ള ഒരു ബ്രൈറ്റർ സ്കിൻ ലീവ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ ഇതിൽ നിന്ന് ഒരു 2-3 ഡ്രോപ്സ് എടുത്ത് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇത് അബ്സോർവ് ആവുന്നിടം വരെ നല്ലോണം അപ്വേർഡ് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യാം. എന്നിട്ട് ഒരു മോയ്സ്ചറൈസറോടെ ഫോളോ ചെയ്യുന്നത് മോയ്സ്ചർ കണ്ടന്റ് ലോക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇത് ടോയ്സൈഡ് യൂസ് ചെയ്യുന്ന എന്തുകൊണ്ടും ബെറ്റർ റിസൾട്ടിന് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മുടെ ഹിമാലയ ബ്രൈറ്റനിങ് വൈറ്റമിൻ സി ഓറഞ്ച് ഫേസിൽ നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കിയിലും അതുപോലെ തന്നെ ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. കൂടാതെ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ നമുക്ക് ഇനി വേഗം പുറത്തോട്ട് പോവാം. പക്ഷേ പകല് വലിയ തണുപ്പില്ലല്ലേ? 10 മണിയായാണ്. നല്ല ഇപ്പം അത്യാവശ്യം നല്ല ചൂടെന്നല്ല, തണുപ്പ് കുറവുണ്ട്. അതുകൊണ്ട് ഇവിടെ മുകളിലൊക്കെ ഇരിക്കാം. പിന്നെ അവിടെ വേറൊരു ടൈപ്പ് ഓഫ് ഒരു സ്റ്റേ, ഇത് ഒരു ക്യാപ്സ്യൂൾ സൈസ് ഇല്ലേ? അതുകൊണ്ട് ഇവിടെയാണ് നമ്മുടെ ഇത് വരുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. നമ്മൾ താമസിച്ചത് അവിടെ ടെന്റ്. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നല്ലോ ഉറങ്ങാനായിട്ട്. നല്ല 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 മെത്തയും നല്ല ഉറങ്ങിയിരുന്നില്ല. എന്നാലും നമ്മൾ യാത്രയും കൂടി ചെയ്തു വന്നുകൊണ്ടോന്നും അറിയത്തില്ല. നല്ല സുഖമായിട്ടാണ് ഉറങ്ങിയത്. ഒരുത്തരാണ്ട് നോക്കടി, തലയിൽ നീ ഇട്ട് കൊടുക്കും, നോക്കിക്കോണേ. അമ്പ് ഉറക്കമായിരുന്നു കേട്ടോ. ഇപ്പൊ ഉറക്കം കൂടി എണീറ്റ് അവര് വന്ന് ഇങ്ങോട്ട് വിളിച്ചു. 10 മണിയായി. ഇറങ്ങാൻ തുടങ്ങിയപ്പോ ഇതിനകത്താണ് നമ്മുടെ ഫുഡ് റെസ്റ്റോറൻറ്റ്. ഇതാട്ടോ, ഇതെങ്ങനെ സെറ്റ് ചെയ്തവർ, ഈ ബോഡി എങ്ങനെ വാങ്ങിച്ചാണ്, ലേലത്തിന് വല്ലതും ആക്രിക്കും അങ്ങനെ വല്ലതും വാങ്ങിച്ചായിരിക്കും. വാങ്ങിച്ച് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ചുമ്മാ ഇട്ടിരിക്കണത് പിടിച്ച് കറി വെക്കില്ലല്ലോ. ലൈമാണോ? ഞാൻ വിചാരിച്ചു പുറത്താൻ വേണ്ടി ഇട്ടിരിക്കുന്നത്. പാവോടി, എന്നെ കണ്ടിട്ട് എങ്ങനെ ഫ്രൈ ചെയ്യുന്നു. ഫോണുണ്ട്. കുളത്തിലാവുമ്പോൾ കാണുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുളത്തിൽ നിന്ന് പോയി എടുത്തോണ്ട് കുക്ക് ചെയ്ത് തരും. രാവിലെ നല്ല ഫ്രൂട്ട്സിന് തുടങ്ങാന്ന് വിചാരിച്ചു. പഴം, തണ്ണിമത്തൻ, പൈനാപ്പിൾ. റംബൂട്ടാൻ സ്ഥിരം സ്പൂണ് കടി. ഓംപ്ലേറ്റ് വന്നു.
സാമ്പാർ അടിയും. ഈ സാമ്പാർ അടിപൊളിയാണെങ്കിൽ പിന്നെ ചോറ് കഴിക്കാനായാലും ദോശ കഴിക്കാനായാലും. ഒരു അമ്മയുടെ ധീരരോധനെ കാപ്പ് പിടിച്ചോണ്ടിരുന്നപ്പോൾ അമ്പൂട്ടൻ പ്ലച്ച് ഇട്ടു. അങ്ങനെ പിന്നെ റൂമിൽ പോയി സ്നാക്കി മാറി കഴുകി വീണ്ടും മണ്ണു. സത്യം. പിന്നെന്തിനാ അവിടെ വെച്ചോണ്ടിരിക്കുന്നത്? തെമ്മല പോണം. അടിപൊളി കേട്ടോ. വണ്ടി അനങ്ങുന്നില്ല. സ്റ്റിയറിംഗ് നല്ല സ്മൂത്ത് ഉണ്ടാ, അങ്ങനെ ഹാർഡല്ല. ഞാനിതൊരു ബസ് ഓടിച്ചിട്ടില്ലെന്ന് മാറണേ. ഞാൻ ആദ്യമായിട്ടാ ബസ്സിന്റെ സീറ്റിലിരിക്കുന്നത്. അടിപൊളിയായിട്ടാ. നീ ഓടിക്കാൻ തോന്നുന്നേ, ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ. താഴെ കൊക്കെ കിടക്കും. ലൈലാൻഡിന്റെ ബസ് നല്ലോണം വൃത്തിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസോടെ ഓടിക്കാൻ തോന്നുക സീരിയസ് ആയിട്ട്. ആട് നമ്മുടെ ലോറിയാ, ബസ്സല്ല. ബസ് മറ്റുള്ള ഗവിയില് ഓടിക്കുമല്ലോ, ബിജു മേനോൻ. തിരിയുന്നുണ്ട്. ഇനി വന്നിട്ട് കിടക്ക്. ഓ കൈ നോക്കി. ഡ്രൈവർ ഇതുവഴിയല്ലേ ഇറക്കുന്നത്? അതുവഴിയാടേ. അയ്യേ, അടയും. ജസ്റ്റ് നടച്ചാ മതി. അമ്പുവിനെ ഉറക്കത്തീന്ന് എടുത്തോണ്ട് പോവാ. ഓണെന്ന് ഗൈസ്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വന്നിരുന്ന് എനിക്ക് എഡിറ്റിംഗ് ഉണ്ടായിരുന്നു ഗൈസ്. നമുക്ക് കഴിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് നല്ല അടിപൊളി ചെമ്പാവരി ചോറുണ്ട്, നല്ല സാമ്പാറുണ്ട്, പിന്നെന്തുവാ പച്ചടി ഏതോ സാധനം പച്ചടി, ആൻഡ് നല്ല തോരനുണ്ട്, പരിപ്പുണ്ട്, നല്ല അടിപൊളി. ഇത് പുറത്ത് കണ്ട മീനാണോ? അല്ല, ഇത് ഇച്ചിരി കട്ടി. ചൂരയാന്ന് തോന്നുന്നു. ഫിഷ് ഫ്രൈ. ഓക്കെ, താങ്ക് യു. ഏട്ടൻ്റെ ഫേവറേറ്റ് ഐറ്റം. എനിക്ക് ഫേവറേറ്റ് ഐറ്റം ഈ സാധനം. ചമ്മന്തി കുറച്ച് സൈഡിലോട്ട് ഇരിക്കട്ടെ, ആൻഡ് കുറച്ച് പരിപ്പ് സൈഡിലോട്ട് ഇരിക്കട്ടെ. ഇനി നല്ല പുളിയും മുളകും കറി മേളിലോട്ട് ഇരിക്കട്ടെ. ഇവനാണ് രാജാവ്. നടുക്ക് സെന്ററിൽ വെച്ചേക്കുന്നത്. അവൻ ഭരിക്കും. അവൻ ഭരിക്കും. അവൻ്റെ ഫ്ലേവർ ഭരിക്കും എല്ലാവരും. ചോറ് അങ്ങോട്ട് ഇളക്കി തോരനും എടുത്ത് അങ്ങോട്ട് വെച്ച് ഒരു മീൻ മുകളിലോട്ട് അങ്ങോട്ട് വെച്ച് മോളെ അടിപൊളി മീൻ കറി. നല്ല പുളിയും നല്ല എരിയും കഴിച്ചു. ഷെഫിനെ കണ്ടൊരു കൈ കൊടുത്താലോ? ഷെഫിനെ കണ്ട് കൈ കൊടുക്കേണ്ടി വരും. അടിപൊളി മീൻ കറി. മണം അടിക്കുന്നു ചമ്മന്തിയുടെ. ചമ്മന്തി കണ്ടോ നോക്കട്ടെ. ചമ്മന്തി അടിപൊളി. നമ്മൾ മൂന്നാർ വന്ന് ഇത്രയും നല്ല ഫുഡ് കഴിച്ചത് ഫസ്റ്റ് ടൈം. മൂന്നാർ പോയിട്ട് ഇത്രയും നല്ല ഫുഡ് കഴിക്കുന്നത് സത്യമല്ലേ? ഷെഫ് നല്ല പണി അറിയാവുന്ന ആളാ, സീരിയസ് ആയിട്ട്. മീൻ കറിയൊക്കെ നല്ല എ ക്ലാസ് വേണം. മീൻ വറുത്ത ടേസ്റ്റ്. ഫിഷ് ഫ്രൈ. ഓഹോ, ചൂട്. ഞങ്ങള് നല്ല ചോറില് പരിപ്പ്, പിന്നെ എരിയില്ലാതെ, അതേ നടക്കും, എരിയില്ലാതെ ഇച്ചിരി മീൻ്റെ മാംസം ഇട്ട് എല്ലാം കൂടി ഇട്ട് ഞെവിടി കണ്ട് തറയിടാനാ. തക്കാളി എടുത്ത് നമ്മളൊരു ഇങ്ങോട്ട് വയ്ക്കുക. ഈ ബീഫ് അതിന് മുകളിലോട്ട് വയ്ക്കുക. എന്നിട്ട് ഒരു സവാള എടുത്ത് മുകളിലോട്ട് വയ്ക്കുക. കുറച്ച് ക്യാരറ്റും പീസ് ഓഫ് ലെമൺ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. വിശാലമായ ഒരു ലഞ്ചിന് ശേഷം ആരോ പറഞ്ഞു കണക്കാണ് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാം, പക്ഷെ ഇഷ്ടം ഉള്ളത്ര അളവിൽ കഴിക്കുന്നുണ്ട്. ഏട്ടൻ കുറച്ച് കഴിച്ചുള്ളൂ, പക്ഷെ ഞാൻ അങ്ങനെ നോക്കില്ല. ഇത് ഇച്ചിരി ഷുഗർ ആഡ് ചെയ്യും, പക്ഷെ ഇത് വീറ്റ് ഗോതമ്പും ഉണ്ട്, അവില്. ആദ്യം ടേസ്റ്റ് ഒക്കെ നോക്കി അപ്രൂവൽ ആണെങ്കിലേ പിന്നെ വാതിറക്കും. അവിടെ ഒരു ചേട്ടൻ നിന്ന് പശുവിനെ മേയ്ക്കുന്നു. ഇപ്പൊ പത്തി കൊള്ളിച്ചാടി, പക്ഷെ വീഡിയോ എടുത്തില്ല. അത് ഷോർട്സ് എടുത്തിട്ടുണ്ട്. വല്ലാത്ത രാശിയായി പോയത്. അവനെ പിടി. ഞാൻ ഒരെണ്ണം വിട്ട് കേട്ടോ. അതാണ്ടെ കറക്റ്റ് റെഡിനകത്ത്. ഭയങ്കര കളി. ഏതാ? നീല. പക്ഷെ എന്നാലും ഉന്ന ഉണ്ട് കേട്ടോ. ഞാൻ വിട്ടത് ഒരെണ്ണം അയ്യത്ത് പോയി. ആ പോച്ചപ്പുറത്തെ കുറിച്ചിരുന്നു. നല്ല വുഡൊക്കെ വെച്ച് നല്ല തീമില് സെറ്റ് ചെയ്തിട്ടുണ്ട്.
അവിടുത്തെ നാച്ചുറൽ പോണ്ടുണ്ട്, നടുക്കൊരു ബുദ്ധനും ഇരിപ്പുണ്ട്. ടാറ്റ പറയുവാ. ടാറ്റ. പക്ഷെ അകം ഇതിന്റെ ഇന്റീരിയർ ഒരു രക്ഷയില്ലല്ലേ, സൂപ്പർ ഇന്റീരിയർ ആട്ടോ. കാരണം ഇതിന്റെ ടോപ്പിൽ ഇരിക്കാൻ പറ്റും, സത്യം നൈസാണ്. ഇവിടെ എവിടെ നിന്നാലും ബാക്ക്ഗ്രൗണ്ട് സെറ്റ്. വീഡിയോ എടുക്കല്ലേ, വീടില്ല കുഴി, കുഴി വീടില്ല. നിങ്ങളൊന്ന് വാ, നടന്നു വാ. തിരിച്ചാരി സൈക്കിൾ കൊണ്ടുവരൂ. ഞാൻ കൊണ്ടുവരും. നിന്റെ അച്ഛൻ ഡോ പോണോടോ. മാറിക്കോ, ഗോവേര ട്രെയിനിന്റെ ബ്രേക്ക്. അയ്യോ, ആൾക്ക് ശേഷം സൈക്കിൾ ഓട്ടുന്നു. നിനക്ക് ചോട്ട് പറയുന്നത് സൈക്കിൾ സൈക്കിള് ചവിട്ടാൻ അറിയത്തില്ല, സ്കൂട്ടി ഓട്ടിക്കാൻ അറിയും. ഒരു കാലെടുത്ത് വെച്ചിട്ട് മറ്റേ കാലെടുത്ത് വെക്കാൻ ബാലൻസ് ഇല്ല. ഏലത്തോട്ടത്തിനിടയ്ക്കാണ് സുഹൃത്തുക്കളെ നിൽക്കുന്നത്. ദേ ഏലക്ക, ഇതൊന്നും പഴുത്തിട്ടില്ല കേട്ടോ. ഈ പച്ചയ്ക്ക് ഒരു മണം കാണുമായിരിക്കും. മണം പറിച്ചോ, ഒരെണ്ണം പറിച്ചു നോക്കാം. എന്തൊരു മണോടി നോട്ടെ. എന്റെ മോനെ ഇപ്പോഴേ ഇത്രയും മണം ഉണ്ടോ അതിന്? എനിക്കൊന്ന് ഇത് ഇവിടുത്തെ പായസത്തിൽ ഉച്ചയ്ക്ക് എനിക്ക് ഇത് കിട്ടിയായിരുന്നു. ആ ഫ്ലേവർ ഉണ്ട്, നല്ല മണമുണ്ട്. ആലോചിച്ചിട്ട് എന്തുമായിരിക്കും, പക്ഷെ ഇപ്പൊ മനസ്സിലായി. അടിപൊളി. ഇത് കൂടെ ഇറങ്ങി പോകുന്നതിന് എന്ത് രസം, രക്ഷയില്ലല്ലേ. നോക്കി നടക്കണം, പല്ല് പോകും. മുതലയുടെ ചെരുപ്പ് ഹീല കുഞ്ഞിനെ നടക്കുന്നതിനെ പേടിയോ? സ്ലിപ്പറിയാ. അയ്യോ അയ്യോ അയ്യോ. ഓ ഏതിനും പേരിട്ടുണ്ട്, ആപ്പിള് ഒലീവ്. തുടങ്ങി കുരുത്തക്കേട്ട് തുടങ്ങി. ചാവുട്ടി പറിക്കുക. നിനക്ക് മസാജ് ഇട്ടില്ലെന്നുണ്ടോ? ചാവുട്ടി ഓയിലും കിട്ടും. നോക്കി നോക്ക്, അച്ചാക്കി തരാം. വേണ്ട, ഇങ്ങനെ അങ്ങനെയല്ല, വേണ്ട. മറന്നുപോയി ആക്കാൻ. മറന്നടിയമേ. ഇതില് കളിക്കേണ്ടത് ആരും ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലില്ല. അവിടെ ഇപ്പൊ കളിക്കണ ചാടണം, നീ പോയി ഞാൻ ചാടട്ടെ എന്ന്. പക്ഷെ കുഞ്ഞുങ്ങൾക്കാണ് പറഞ്ഞത് മുതുക്കുകളല്ല, ഇത് ചൈൽഡ് പ്ലേ എന്ന്, അതായത് മുതുക്ക് പ്ലേ എന്ന് എഴുതി വെക്കും. അമ്പൂനെയും കേറ്റാൻ പറ്റൂല, നമുക്കും പറ്റൂല. ചൈൽഡിന്റെ മൈൻഡ് ഉള്ളവർക്ക് കയറാം, എന്നെ പോലെ. ചൈൽഡ് മൈൻഡ്, തള്ള വൈബല്ല, ചൈൽഡ് മൈൻഡ്. ടെന്റിൽ താമസിക്കുന്ന ടെന്റ് ഹൗസ് 24 hours ടെന്റ് അടിച്ചാലോ, നൈസാട്ടോ. ഈ ക്യാമ്പ് ഫയർ കൊള്ളാം ഇവിടുത്തെ. ഇത് കൊള്ളാം, ഇരിക്കാൻ നല്ല ഏരിയ ഉണ്ട്. കറക്റ്റില് കല്ലൊക്കെ വെച്ച് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ കല്ലിൽ തന്നെ ഇരിക്കാം. കല്ലിരുന്ന പൊള്ളും, ഇവിടെ ഇരിക്കണം, അവിടെ ഇരിക്കണം. ഞാൻ ഇവിടുത്തെ കാര്യം ഉദ്ദേശിച്ചേ, എനിക്ക് പറ്റുണ്ട് അവിടെ കല്ലിൽ കയറി ഇരിക്കാൻ. എടുത്തു നോക്കി, അനങ്ങാതിരിക്കുന്നു. ആ ഒരു എത്തുമ്പോ സ്റ്റേജ് എത്തുമ്പോ അങ്ങ് തിരിയും. ഈ സാധനത്തിന് അറിയാം എനക്ക്, അതാണ് പിറ്റ്ബുൾ. പിറ്റ്ബുൾ, അമേരിക്കൻ പിറ്റ്ബുൾ. കടിച്ച് കീറും മോളെ ആ സാധനം. തുറന്നു വിടൂലല്ലോ. പക്ഷെ നമ്മളെ നാട്ടിലാകുമ്പം പാപ്പം തിന്നാൻ കൈകൊട്ട് അവിടെ വീഡിയോ കാണുമല്ലേ. എടി ഇവിടെ കുതിരയൊക്കെ ഉണ്ട് കേട്ടാ, കുതിര. പിന്നെ ഇത് താറല്ല, അരയന്നല്ലേ ഇത്? ഇത് അരയന്നല്ലേ? പോപ്പി എവനാണ് അമ്മ, മദർ. അത് ബേബി, അതിന്റെ പേര് മാക്സ്യു. അയ്യോ പ്ലീസ് 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 പ്ലീസ്. അയ്യോ എനിക്കും പെട്ടെന്ന് പേടി. എന്നെ തൊട്ടിരുന്ന ഞാൻ അലറിയാണ് ഇപ്പൊ. അല്ല ഈ സാധനം ഡേഞ്ചർ ആട്ടോ. കാട്ടുന്നു പറഞ്ഞാലേ പറയാൻ പറ്റത്തില്ല. ഇത് ഫുഡൊക്കെ എന്താ കൊടുക്കുന്നത്? ചിക്കൻ. നിക്കുന്നുണ്ട്, അതിന്റെ കാലുണ്ട്, കാല് ശ്രദ്ധിച്ച ഒരു നമ്മളെ മനുഷ്യരുടെ ഒരു വണ്ണമുണ്ട് കാലിന് തുമ്പത്തൊക്കെ. എവര് മാറി നിൽക്കണല്ലേ, അവരെ അടുത്ത് പോകുന്നില്ല, പിന്നെ നമ്മള് പോകും. സെറ്റ്. വേണ്ട വേണ്ട വേണ്ട. അയ്യോ, ഇതിന്റെ ബ്രീഡിനൊക്കെ നമ്മളവിടെ എന്തോ കോസ്റ്റ് വരുമായിരിക്കും? ഇമ്പോർട്ടഡാ.
പാസ്പോർട്ടൊക്കെ ഉണ്ട്. പാസ്പോർട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട്, നമുക്കും പാസ്പോർട്ട് പക്ഷെ ഉപയോഗിച്ചിട്ടില്ല. നമ്മളെ പാസ്പോർട്ടിൽ കാണാൻ കിട്ടില്ലേ വാ. എനിക്ക് ഒന്നും ചെയ്യത്തില്ലേ ഇന്നേരെ കഴിയത്തില്ല. നീ എന്തെങ്കിലും അലറുന്നത്? പാസ്പോർട്ടൊക്കെ ഉള്ള വന്നിട്ട് വിസ 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 ഇല്ല, വിസ ഇട്ട് പോയിരിക്കും ഒറ്റക്കാക്കിട്ട് പോകാടി. നമ്മളെ കൊണ്ട നമ്മളത് അടച്ചിട്ടില്ല. എനിക്ക് എവളെ ഇഷ്ടമാട്ടോ. അമ്പു നോക്കി നീ എന്തിനാ എന്ത് അമ്പു? നല്ല കാറ്റടി, തണുത്ത കാറ്റ് കൂടാ. ചെല്ലോ മൂടില്ലടി, അതിന് മൂടില്ല. മനുഷ്യനെ പേടിച്ചാ ഒന്നിനും കൊള്ളത്തില്ല. ഓടുന്നു പറയും ആ കുഞ്ഞിന്റെ സേഫ്റ്റി പേടിത്തൊണ്ടി കേട്ടോ മൃദുല, പേടിത്തൊണ്ടി. ഇങ്ങനെ പേടിക്കലടോ. ആ കുതിരയെ പിടിച്ചപ്പെടാ. ബാ, ഇതിന് പേരെന്തുവാ? സ്ട്രൈക്കർ. ഓ ഇവിടെ ഇവിടുത്തെ ഡെലിവറി. അയ്യോ ക്യൂട്ടല്ലേ ഇത്, സെറ്റ് കേട്ടോ. ഇത് എത്ര വയസ്സാണ് ഇതിന്? 4 മാസമായിട്ടേ ഉള്ളൂ. ഡി മൃദുല 4 മാസം ഉള്ളടി ഇതിന്. കിടന്ന് ഉരുളുന്ന് കുളിപ്പിച്ച് നിർത്തിയതാണെന്ന്. അയ്യോ ഇന്ന് വേസ്റ്റ് ആയല്ലോ കുളിപ്പിച്ചത്, മൊത്തം അഴുക്കായി. നമുക്ക് ആ സത്യം. എടാ ഇത് ക്യൂട്ടറാ. അയ്യോ ഇടിക്കല്ലടാ മോനെ. ഇല്ല എന്താണ് പരിപാടി? അയ്യയ്യേ അമ്പൂന് പറഞ്ഞ അയ്യയ്യേ. ഓ സെറ്റ് സാധനല്ലേ. അമ്മ ഭയങ്കര ഹാപ്പി അല്ലേ? ആ അത് ഫുള്ള് മുള തന്നെ തകർത്തെടി. അതിന് 11 വയസ്സുണ്ടീ. 11 വയസ്സുണ്ട് അതിന്. വെള്ള 1 വയസ്സോ 6 മാസം എന്തായിരുന്നു. അതിന് 3 മാസമേ ഉള്ളൂ ആ ചെറുതിന്. ഓടുന്നാണ് രസോട്ടില് പുള്ളി നല്ല മൂഡിലായിരുന്നു, നല്ല ഹാപ്പി. കൈയടി പിറ്റ്ബുള്ള് കഴിച്ചു മോനെ കുഞ്ഞാമി പിറ്റ്ബുള്ള്. ഹോഴ്സ് റൈഡ്. എന്തോ ഒരു സൈൻ കാണിച്ചിട്ട് പോയിട്ട് ഇവിടെ നിൽക്കോടി. പോന്നു പുള്ളി പോയി. ആണോ? ഇങ്ങനെ പേടിക്കില്ലേടാ, ഇങ്ങനെ പേടിക്കില്ലേടാ. വണ്ടി നമ്മൾ ഇന്നലെ ഇവിടെയാണ് സുഹൃത്തുക്കളെ പാർക്ക് ചെയ്തത്. ലുക്ക് അറ്റ് ദാറ്റ്. സോ കീ എടുക്കാൻ മറന്നു. പക്ഷെ കീ എടുക്കാൻ മറന്നാൽ കുഴപ്പമില്ല, നമുക്ക് ഇത് ടാപ്പ് ചെയ്താൽ ഇത് ഓപ്പൺ ആവേണ്ടതാണ്. ഞാൻ ഫോണിൻ്റെ പൗച്ചിനകത്ത് വെച്ചിരുന്നത്. ആ സെറ്റ് ഓപ്പണായി. നമുക്കൊരു സാധനം ഇതിനെടുക്കാണ്ട്. ബാർബിക്യൂ വരി. അയ്യോ വണ്ടി മൊത്തം അഴുക്കായിട്ടോ. ഈ ബ്ലാക്ക് എടുക്കുന്നതിൻ്റെ ഒരു ഇതിപ്പോഴെങ്കിൽ മനസ്സിലായത്. ഗൈസ് കാരവാൻ സ്റ്റേ കൂടെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഈ വണ്ടി കണ്ടോ, ഇതും സെറ്റ് കേട്ടോ, അടിപൊളി. ഇതൊക്കെ നമ്മൾ മറ്റേ അങ്ങ് യൂറോപ്പിലും പുറത്ത് രാജ്യങ്ങളിലൊക്കെ ഇങ്ങനത്തെ വണ്ടിയിലൊക്കെ ഫാമിലി ആയിട്ട് എല്ലാവരും കുക്ക് ചെയ്ത് ഇങ്ങനെ
ട്രാവൽ ചെയ്ത് പോകുന്ന വീഡിയോസ് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇത് ഇസൂസിൻ്റെ ആണെന്ന് ഇസൂസിൻ്റെ. ഓ മാപ്പൊക്കെ ആയിട്ട് ഫുൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കിടില സൂപ്പർ വണ്ടി കേട്ടോ. ഇത് എന്തോ ഒരു സുഖമുള്ള പരിപാടിയാണ്. എല്ലാം വാങ്ങിച്ചിട്ട് കാറി വെറുതെ വെച്ചേക്ക്. തല എറി നോക്കടിയാവേ. അമ്പോ വെച്ചേക്കത്തില്ല അത്. അത് സെറ്റ്. റേസ് ആണോ എടാ ഫ്ലാഗ് കൂടെ വീശാൻ. ഇപ്പൊ നല്ല തണുപ്പായിട്ടോ. ഇച്ചിരി കഴിഞ്ഞാൽ അമ്പലം പുറത്തിറങ്ങാൻ പറ്റില്ല.